ഹലോ ഫ്രണ്ട്സ്, ക്രിസ്മസ് വെക്കേഷന് ചേച്ചിയും രാജുവേട്ടനും കുട്ടികളെല്ലാവരും വീട്ടിലോട്ട് വന്നു. അപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പുറത്ത് പോകാമെന്നുള്ളൊരു പ്ലാനിൽ എവിടെ പോകണം എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ അവസാനം പാലക്കാട് ലുലു മോൾ ഇപ്പോൾ പുതുതായി സ്റ്റാർട്ട് ചെയ്തതാണല്ലോ, അവിടേക്ക് ഇതുവരെ പോയിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് പോയി കാണാം, അത്യാവശ്യം പർച്ചേസൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ പാലക്കാട് ലുലു മോളിലോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ, അമ്മ, ആദി, ചേച്ചി, രാജുവേട്ടൻ, കുട്ടൻ, സോനു, മീനാക്ഷി, ഞങ്ങൾ ഇത്രയും പേര് ചേർന്ന് രാജുവേട്ടൻ്റെ വണ്ടിയിൽ ഞങ്ങൾ അങ്ങനെ പാലക്കാട് യാത്ര പുറപ്പെട്ടു. അങ്ങനെ കുറേ നേരം വണ്ടിയിലൊക്കെ ഇരുന്ന് ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞു, കോമഡിയൊക്കെ പറഞ്ഞു, കളിച്ച് ചിരിച്ച് കുറച്ച് നേരം ഉറക്കമൊക്കെ വന്ന് ക്ഷീണിച്ച് അവശരായി കുറച്ച് നേരം കിടന്നിങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ അവസാനം നമ്മൾ അവിടെ എത്തിച്ചേരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ അത്യാവശ്യം വണ്ടികളെല്ലാം ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സംശയമുണ്ട് കേട്ടോ, നല്ല തിരക്കായിരിക്കുമോ, റോഡിലൊക്കെ അത്യാവശ്യം ബ്ലോക്കായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലുലു മോളിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പാലക്കാടുള്ള പുതിയ ലുലു മോൾ. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അവിടുത്തെ ഏരിയ ഒക്കെ കാണാൻ അവർ നന്നായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ്, തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെയാണ് പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉള്ളത്. പാർക്കിംഗ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് എന്തൊക്കെയാണ് ഒന്ന് കണ്ടു നോക്കി നോക്കാം അല്ലേ. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പം ഞങ്ങൾ പാലക്കാട് ലുലു മോൾ സെലക്ട് ചെയ്തതുപോലെ തന്നെ എല്ലാവരും നമുക്കവിടെ പോയി നോക്കാം എന്നുള്ളൊരു പ്ലാനിൽ തന്നെ ആയിരിക്കും. അങ്ങനെ ഒടുക്കത്തെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തിരക്കായിരുന്നു. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അവിടെ എല്ലാവരുടെയും ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ നോക്കി പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാമല്ലോ എന്നുള്ളൊരു പ്ലാനിൽ ഈ വിസ്മയുടെ കുർത്തീസൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ലുലു ഫാഷൻ സ്റ്റോറിലൊന്ന് പോയി നോക്കാം, ഇങ്ങനെ അവിടുത്തെ കളക്ഷൻസിനൊക്കെ ഒന്ന് കാണാം. ഒരുവിധം എല്ലാ പ്രൊഡക്ട്സും ബ്രാൻഡഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് എന്ന് പറയാൻ വേണ്ടി അത്രയും ചീപ്പ് റേറ്റിനൊന്നും അവിടെ സാധനങ്ങൾ കിട്ടാനില്ല.
അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ലുലു സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി. ലുലു സൂപ്പർ മാർക്കറ്റ് അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. എല്ലാ പ്രൊഡക്ട്സും സെപ്പറേറ്റായി അങ്ങനെ കാറ്റഗറൈസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓവറോൾ ട്രിപ്പ് നമ്മൾ എൻജോയ് ചെയ്തു ലുലു മോളിനകത്ത് കൂടെ. പക്ഷേ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനോ ഒന്ന് റിലാക്സ് ചെയ്യാനോ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്കവിടെ കിട്ടിയില്ല. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കൂടെ അമ്മ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ആകെ ക്ഷീണം വന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനൊന്നുള്ള ഏരിയ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയൊരു പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഓവറോൾ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ഫുഡ് കോർട്ടിൽ ചെന്നപ്പോൾ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാം ഓർ kg കണക്കിലാണ് നമുക്ക് ഫുഡ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് ചിക്കൻ അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസിൻ്റെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ കബാബ് ഉണ്ടായിരുന്നു, ചിക്കൻ 65, ചിക്കൻ ഫ്രൈ, കപ്പ ആൻഡ് ബീഫ് ഉണ്ടായിരുന്നു. ബിരിയാണീസ് പല വെറൈറ്റീസ് ബിരിയാണി ഉണ്ടായിരുന്നു. മലബാർ ബിരിയാണി, പാലക്കാടൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫുഡ് വെറൈറ്റീസൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവിടെ കുറവായതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ആണ് പിന്നെ പ്ലാൻ ചെയ്തത്. ബ്രോസ്റ്റഡ് ചിക്കൻ, ഷവായി ചിക്കൻ, പിന്നെ ചൈനീസ് ഐറ്റംസും അങ്ങനെ വെറൈറ്റീസ് ഒരുപാട് ഉണ്ടായിരുന്നു. അതുപോലെ ഇനിയിപ്പോൾ നോൺ വെജ് കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വെജിറ്റബിൾ സാലഡ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ജ്യൂസസ്, അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡ്, അങ്ങനെ എല്ലാവിധ ഫുഡ് ഐറ്റംസും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും. പാക്ഡ് ആണെങ്കിലും അല്ലാത്ത ഫുഡാണെങ്കിലും എല്ലാം. പക്ഷേ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് അത്യാവശ്യം സ്നാക്സ് ഐറ്റംസ് മാത്രം വാങ്ങിച്ച് കഴിച്ചുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് അത് എടുക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയില്ല. അടുത്തത് സ്വീറ്റ് സെക്ഷൻസ് നോക്കുകയാണെങ്കിൽ ലഡ്ഡൂസിൻ്റെ പലതരം വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ പേഡാസിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, രസഗുല്ല ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവിടെയും. അതുപോലെ തന്നെ പല ഫ്ലേവേർഡ് കേക്ക്സുകളും അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഫിഷ് മാർക്കറ്റിനകത്ത് ഒരുപാട് വെറൈറ്റി മീനുകളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ സീ ഫുഡിനെ പറ്റിയിട്ട് വലിയ പിടുത്തമില്ല, അതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്തൊക്കെ ഐറ്റംസാണെന്നുള്ളത് പേരൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. എന്തായാലും ഒരുപാട് വെറൈറ്റി ഫിഷസൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ വഴി പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ നമുക്ക് നല്ല ഫിഷൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവിടെ കയറി ഫിഷ് മാർക്കറ്റിൽ കയറി ഫിഷൊക്കെ വാങ്ങിക്കാം. പ്രോൺസ് ഉണ്ടായിരുന്നു, അതുപോലെ ക്രാബും, അങ്ങനത്തെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും റേറ്റൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ അഫോർഡബിൾ ആണോ, റേറ്റ് കൂടുതലാണോ എന്നൊന്നും അറിയില്ല. ഇനി അടുത്തതായിട്ട് വെജിറ്റബിൾസ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നത് പോലത്തെ വെജിറ്റബിൾസും ഇനിയിപ്പോൾ നാട്ടിൽ അങ്ങനെ അധികം കിട്ടാത്ത തരം വെജിറ്റബിൾസും എല്ലാം അവിടെ ഉണ്ടായിരുന്നു.
തിരിച്ചു പോരുമ്പോൾ വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങളുടെ പർച്ചേസൊക്കെ ഏകദേശം ഞങ്ങളുടെ അവസാനിപ്പിച്ചു. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബില്ലിംഗ് ഒന്ന് കഴിയാൻ. നല്ല തിരക്ക് കാരണം നമുക്കത്ര പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. നല്ല ലേറ്റായിരുന്നു. അതുപോലെ തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഒരു 9 മണിയോടൊക്കെ കൂടി നമ്മൾ അവിടുന്ന് ഇറങ്ങി. ലുലു സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. റേറ്റൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാര്യമായ ഡിസ്കൗണ്ട് ഒന്നും അവർ തരും ചെയ്തിട്ടില്ല. തിരിച്ചു വരുന്ന വഴിക്ക് വാണിയംകുളത്തു നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അലീസ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. പിന്നെ പൊറോട്ട, ചിക്കൻ തവ ഫ്രൈ, ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഫുഡ് എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.